നോട്ട് അസാധുവാക്കലിനെ തുടർന്നുള്ള നിയന്ത്രണങ്ങൾ ഡിസംബർ 30-ന് ശേഷവും തുടരുമെന്ന സൂചനകൾ സർക്കാർ വൃത്തങ്ങൾ നൽകുന്നുണ്ട്. പണം പിൻവലിക്കുന്നുള്ള നിയന്ത്രണങ്ങൾ 2 മാസം കൂടി തുടരേണ്ടിവരുമെന്ന് SBI ചെയർപേഴ്സൺ അരുന്ധതി ഭട്ടാചാര്യ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു. ഈ പശ്ചാത്തലത്തിലാണ് പ്രതിപക്ഷ ഐക്യനിര കെട്ടിപ്പടുക്കാൻ കോൺഗ്രസ് തന്നെ മുന്നിട്ടിറങ്ങുന്നത്. പാർലമെന്റിന്റെ ശൈത്യകാല സമ്മേളനത്തിന്റെ അവസാന ദിവസം പ്രതിപക്ഷ ഐക്യത്തിന് കോട്ടം വരുത്തി കോൺഗ്രസ് നേതാക്കൾ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ പ്രധാനമന്ത്രിയെ കണ്ടിരുന്നു. കർഷക പ്രശ്നങ്ങൾ ഉന്നയിച്ചായിരുന്നു അന്ന് കൂടിക്കാഴ്ച നടത്തിയത്. ഭിന്നത പരിഹരിക്കുന്നതിന് കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് തന്നെയാണ് നടപടി ഉണ്ടായിരിക്കുന്നത്. സോണിയാഗാന്ധിയുടെ രാഷ്ട്രീയ സെക്രട്ടറി അഹമ്മദ് പട്ടേൽ പ്രതിപക്ഷ നേതാക്കളെ ടെലിഫോണിൽ ബന്ധപ്പെട്ട് സംയുക്ത ഐക്യനിര ഉണ്ടാക്കുന്നതിന്റെ ആവശ്യകത വ്യക്തമാക്കി. 27-ന് ഡൽഹിയിലെ കോൺസ്റ്റിറ്റ്യൂഷൻ ക്ലബ്ബിൽ നോട്ട് അസാധുവാക്കലും സൈനിക മേധാവിയെ നിയമിച്ച വിഷയവും ഉന്നയിച്ച് വാർത്താസമ്മേളനം നടത്തും. AICC ആസ്ഥാനത്തുനിന്ന് മാറ്റി ഒരു പൊതുസ്ഥലത്ത് വാർത്താസമ്മേളനം നടത്തുന്നത് കോൺഗ്രസ് പരിപാടി എന്ന ആക്ഷേപം ഒഴിവാക്കുന്നതിനു വേണ്ടിയാണ്. ദേശീയ തലത്തിൽ പ്രക്ഷോഭമടക്കമുള്ള കാര്യങ്ങൾ പ്രതിപക്ഷം ആലോചിക്കും. ഫെബ്രുവരി, മാർച്ച് മാസങ്ങളിലായി ഉത്തർപ്രദേശ് അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ നിയമസഭാ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ BJPക്കെതിരെ ഐക്യനിര മുന്നോട്ട് വയ്ക്കുന്നതിന്റെ ആദ്യപടി കൂടിയായിരിക്കും 27-ന് നടക്കാനുള്ള പരിപാടി. മാതൃഭൂമി ന്യൂസ്, ഡൽഹി.